ഹലോ, ഇന്ന് നമ്മളൊരു പച്ചമീൻ കഴിക്കാൻ പോയ കഥയാണ് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് സുഷി ട്രൈ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് പുറത്ത് എവിടെയെങ്കിലും പോയി ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ സെൻട്രൽ എൻഡിലുള്ള വസാബിയിൽ കയറുന്നത്. പൊതുവേ നമ്മുടെ ആളുകൾക്ക് സുഷി അത്ര താല്പര്യമില്ല, കാരണം അതിൽ റോ ഫിഷ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. പക്ഷേ ഇത് ജപ്പാനിലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് സുഷി എന്ന് പറയുന്നത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാൽമൻ്റെ നിഗിരിയും സാൽമൻ്റെ മാക്കിയുമാണ്. ഈ നിഗിരി മാക്കി എന്നൊക്കെ പറയുന്നത് ജാപ്പനീസ് നെയിംസ് ആണ്. സുഷി റോളിന് പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് മാക്കി എന്നുള്ളത്. ജപ്പാൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ എന്തായാലും പോകുന്നില്ല. നമുക്ക് വേഗം ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. മാക്കിയിൽ എനിക്ക് ഒരു റോ ഫിഷ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. അതിൽ കൂടുതലും സെസമി സീഡിൻ്റെയും വിനേഗർ റൈസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിഗിരി കഴിച്ചപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് ആ ഒരു റോ ഫിഷിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊരു വിയേർഡ് ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തതേ ഇല്ല. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റായിരുന്നു അത്. യഥാർത്ഥത്തിൽ ആ ഒരു റോ ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ നിഗിരിയിൽ നിന്ന് റൈസ് മാറ്റിയിട്ട് സാൽമൺ റോ ഫിഷ് മാത്രമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴും ഈ പറയുന്ന പോലെ ഒരു വിയേർഡ് ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തതേ ഇല്ല. ഒരു പ്ലെയിൻ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ സോയ് സോസിലും വസാബിലും ഡിപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി. വിനു ഓർഡർ ചെയ്തത് ബാർബിക്യൂ സോസ് ചിക്കൻ വിത്ത് നൂഡിൽസ് ആയിരുന്നു. വിനുവിന് അത് ഇഷ്ടമായി. ഞാനും അത് ട്രൈ ചെയ്തു, അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ വിനുവിന് റോ ഫിഷ് കഴിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റായിട്ട് നമ്മൾ ഇതും കൂടി അവിടെ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. ഇത് ചിക്കൻ കട്ട്സു ബൈറ്റ്സ്, അതിൻ്റെ കൂടെ കറി സോസും അവൈലബിൾ ആണ്. ഇതൊരു ബ്രെഡഡ് ഫ്രൈഡ് ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ചൂടൊക്കെ ആയിട്ട് ഉള്ളൊരു ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ എൻഡിലുള്ള സ്വിഫ്റ്റ് പബ്ബിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിനുവിനൊരു ഡബിൾ ഷോട്ട് വൈറ്റ് റമ്മും എനിക്കൊരു കൊംബൂച്ച ടീയുമാണ്. ഈ മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ, അതിനെ വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യിക്കുന്ന ടീകളെ വിളിക്കുന്ന പേരാണ് കൊംബൂച്ച ടീ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ട്രൈ ചെയ്തത്. ഈ പറയുന്ന പോലെ ഒരു പുളിയൊക്കെ ആയിട്ട് കുറച്ച് സ്പാർക്ലിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്ന റീഫ്രഷിംഗ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കൊംബൂച്ച ടീ. അവസാനം ഡിന്നറിനായിട്ട് ഞങ്ങൾ സോഹോയിലേക്കാണ് പോയത്. അവിടെ ഒരു ലക്സ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത്. ഇതിൻ്റെ പേര് നാസി ഗോറങ് കമ്പുങ് എന്നാണ്. ഇതൊരു മലേഷ്യൻ വില്ലേജ് സ്റ്റൈൽ ഫുഡാണ്. ഫ്രൈഡ് റൈസും പ്രോൺസും എഗ്ഗൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഫുഡുകളായിട്ട് വേഗം തന്നെ വരാം. ബൈ.